നമ്മളുടെ ഭരണഘടന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഡെമോക്രസി എന്ന് പറയുന്നത് റൂൾ ഓഫ് ലോ ബേസ്ഡാണ്. റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്, പരമാധികാരം എന്ന് പറയുന്നത് നിയമമാണ്. അപ്പം നിയമമാണ് നമ്മൾ ഭരിക്കുന്നത്. നിയമം ഭരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു വാക്കാണ് റൂൾ ബൈ ലോ. അതായത് നിയമത്താൽ നമ്മൾ ഭരിക്കുന്നു. ഒന്നെന്ന് പറയുന്നത് റൂൾ ഓഫ് ലോ, നിയമം നമ്മൾ ഭരിക്കുന്നു. റൂൾ ബൈ ലോ എന്ന് പറയുന്നത് നിയമം കൊണ്ട് നമ്മൾ ഭരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നത് ഈ റൂൾ ഓഫ് ലോ എന്നുള്ള പ്രിൻസിപ്പിൾ മാറി റൂൾ ബൈ ലോ എന്നുള്ള പ്രിൻസിപ്പിളിലേക്ക് നമ്മൾ പോകും. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഈ DPDP ആക്ടിൻ്റെ കാര്യം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ സംസാരിച്ചു, ഒരു ബോർഡിനെ പറ്റി സംസാരിച്ചു, ഒരു ബോർഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി സംസാരിച്ചു. അതൊരു അപ്പലറ്റ് ബോഡിയാണ്, ഒരു റെഗുലേറ്ററി ബോഡിയാണ്. റെഗുലേഷൻ ഇല്ല, ഒരു അപ്പലറ്റ് ബോഡി. അപ്പലറ്റ് ബോഡി എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ അവർ തീരുമാനിക്കും, അതായിരിക്കും നിയമമായി വരുന്നത്. അത് പിന്നീട് എല്ലാവരും തന്നെ ഫോളോ ചെയ്തേ പറ്റൂ. അപ്പം ഈ ബോഡിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ, അത് മിഷി സംസാരിച്ചു അവരുടെ ക്വാളിഫിക്കേഷനെ പറ്റിയിട്ട്. അവിടെയാണ് പ്രധാനപ്പെട്ടൊരു ഘടകമെന്ന് പറയുന്നത് ഈ ട്രൈബ്യൂണലൈസേഷൻ എന്നുള്ള സംഭവമുണ്ട്. അതായത് ഇപ്പം ഹൈക്കോർട്ടിൽ ഒരു ജഡ്ജിനെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു, സുപ്രീം കോടതിയിൽ ജഡ്ജിനെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നതിനെപ്പറ്റി വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ നമ്മുടെ സിവിൽ സൊസൈറ്റിയിൽ നടക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴ് വലിയൊരു ഭാഗം നിയമനിർമ്മാണങ്ങളും നടക്കുന്നത് ആ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ട്രൈബ്യൂണൽസിൽ ആണ്. ഇപ്പോൾ നമ്മളെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ഉണ്ട്, അങ്ങനെ പല പല ട്രൈബ്യൂണൽസും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡ് എന്ന് പറയുന്നതും ഒരു പരിധിവരെ ഈ ട്രൈബ്യൂണലാണ്. ഈ ട്രൈബ്യൂണലിൽ അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാർ സെൻട്രൽ ഗവൺമെൻറ്റാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ഇന്നത്തെ പരിസ്ഥിതിയിൽ സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യുന്നത് ഹിന്ദുത്വ പൊളിറ്റിക്സിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെ മാത്രമേ സെൻട്രൽ ഗവൺമെൻറ് ഈ കഴിഞ്ഞ 10 വർഷമായി ഒരു ആസ് എ മാറ്റർ ഓഫ് പോളിസി, ഞാൻ ഫാക്ട്സാണ് സംസാരിക്കുന്നത്, ദിസ് ഇസ് നോട്ട് എൻ ആലിഗേഷൻ, അങ്ങനെയുള്ള ആൾക്കാരെ അപ്പോയിൻ്റ് ചെയ്യുള്ളൂ. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഈ റൂൾ ബൈ ലോ എന്ന് പറയുന്നത്, നിങ്ങൾ നിയമം കൊണ്ടുവരുന്നു, നിങ്ങൾ നിയമം കൊണ്ടുവന്നിട്ട് ഈ നിയമം അനുസരിക്കണം എന്ന് നിങ്ങളോട് പറയുന്നു. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള റൂൾ, അവിടെയും നിയമമാണ്. നിങ്ങൾക്കെന്താ നിയമത്തിനെ അനുസരിച്ചൂടെ എന്ന് ചോദിക്കുന്നു. പക്ഷേ നിയമങ്ങളാണ് അനുസരിക്കാൻ പറയുന്നത്. അവിടെയാണ് റൂൾ ഓഫ് ലോവും റൂൾ ബൈ ലോവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് നമ്മളുടെ ഭരണഘടനയുടെ അന്തസത്തയാണ്. റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് എല്ലാ നിയമങ്ങളും ഭരണഘടനക്കനുസരിച്ച് മാത്രമേ എല്ലാ നിയമങ്ങൾക്കും നിലനിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതേസമയം നിയമങ്ങൾ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുകയും ആ നിയമം ഈ അധികാരം ഉപയോഗിച്ച് പാവപ്പെട്ട ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് റൂൾ ബൈ ലോ ആയി മാറുന്നത്. അപ്പം നമ്മൾ ആ നിയമം ലംഘിച്ചാൽ നമ്മൾ നിയമം ലംഘിക്കുന്നവരായി മാറുകയും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ഭവിഷ്യത്തുകൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാവുകയും ചെയ്യുന്നൊരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴുണ്ട്. അപ്പം നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതി, ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു സ്ട്രോങ് ജുഡീഷ്യറി വേണമെങ്കിൽ നല്ലൊരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഡെമോക്രസി ഉണ്ടാവണം. ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് സ്പിരിറ്റുള്ള ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് മാത്രമാണ് നമുക്കൊരു വൈബ്രൻ്റ് ആയിട്ടുള്ള ജുഡീഷ്യറി വേണം. നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് ഭരണഘടനയ്ക്ക് അനുസരിച്ച് വിശകലനം ചെയ്ത് ഭരണഘടനാപരമാണോ അല്ലെങ്കിൽ ഭരണഘടന അന്തസ്സത്തക്ക് വിരുദ്ധമാണോ എന്നുള്ള നിലപാടെടുക്കാൻ കഴിവുള്ളൊരു ജുഡീഷ്യറി വേണം എന്ന രീതിയിൽ പിന്നെ കോടതികൾ അങ്ങനെയുള്ള കോടതികൾ നമ്മൾക്ക് വേണം എന്ന് ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനുള്ളൊരു കാഴ്ചപ്പാടുണ്ടാവണം. അതൊരു ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ജുഡീഷ്യറി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ട്രോങ് ഡെമോക്രസി ഉണ്ടാവുള്ളൂ. അത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവന്നാൽ അവരെ രണ്ടുപേരും നോക്കേണ്ടത് ഭരണഘടനയാണ്. അതായത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് നോക്കേണ്ടത് ഭരണഘടനയാണ്, അതുപോലെ തന്നെ ജുഡീഷ്യറി നോക്കേണ്ടത് ഭരണഘടനയാണ്. അപ്പോൾ ജുഡീഷ്യറി നോക്കണം ഈ ഭരണഘടന എന്ന് പറയുന്നത് ഈ നിയമം എന്ന് പറയുന്നത്, ഈ നിയമം ബഹുഭൂരിപക്ഷം പേരും തിരഞ്ഞെടുക്കപ്പെട്ടില്ല അല്ലെങ്കിൽ യുനാനിമസായി ഒരു പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമം ഭരണഘടനാപരമാണോ എന്ന് നോക്കാനുള്ള കഴിവ് ജുഡീഷ്യറിക്കുണ്ട്. പക്ഷേ ആ കഴിവ്
അധികാരം ജുഡീഷ്യറിക്കുണ്ട്. പക്ഷേ ആ അധികാരം ഉപയോഗിക്കാൻ നമ്മളുടെ മിക്ക ജുഡീഷ്യൽ മെമ്പേഴ്സിനും താല്പര്യമില്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഞാനിത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും ഇപ്പോൾ അടിയന്തരാവസ്ഥയെ തള്ളി പറയുന്നുണ്ട്. ഇപ്പോൾ മിക്ക ജുഡീഷ്യൽ സെമിനാറിലും പോയി കഴിഞ്ഞാൽ, നേരത്തെ പ്രബീർ പറഞ്ഞ പോലെ എ ഡി എം ജബൽപൂർ എന്നുള്ള കേസ് എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് നമ്മളുടെ മൗലിക അവകാശങ്ങൾ ഗവൺമെൻറ്റിന് സസ്പെൻഡ് ചെയ്യാം എന്നുള്ളൊരു നിയമമായിരുന്നു. അത് സസ്പെൻഡ് ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇഷ്യൂ. സുപ്രീം കോടതി 4:1 എന്ന ഡിസിഷനിൽ പറഞ്ഞു അടിയന്തരാവസ്ഥ കാലത്ത് നിങ്ങളുടെ മൗലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ മൗലിക അവകാശങ്ങളെ സസ്പെൻഡ് ചെയ്തു. നമ്മൾ അടിയന്തരാവസ്ഥ പിന്നീട് 20 വർഷം കഴിഞ്ഞ് അടിയന്തരാവസ്ഥയെ എല്ലാ സെമിനാറുകളിലും ആ എ ഡി എം ജബൽപൂർ ജഡ്ജ്മെൻറ്റ് വളരെ മോശമായൊരു ജഡ്ജ്മെൻ്റായിരുന്നു, ഭരണഘടനാ വിരുദ്ധമായിരുന്നു. അടിയന്തരാവസ്ഥ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു ഇരുണ്ട ഏടായിരുന്നു എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. മിക്ക ജഡ്ജസും അത് ചർച്ച ചെയ്യുന്നു. സുപ്രീം കോർട്ട് തന്നെ പുട്ടുസ്വാമി ഈ റൈറ്റ് ടു പ്രൈവസി ജഡ്ജ്മെൻറ്റിൽ ആ അടിയന്തരാവസ്ഥ കാലത്ത് പുറപ്പെടുവിച്ചിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള എ ഡി എം ജബൽപൂർ എന്നുള്ള കേസ് ഓവർ റൂളുകയും അത് റോങ് ലോ ആണെന്ന് സുപ്രീം കോടതി അടുത്ത കാലത്ത് 2017 പറയുകയും ചെയ്തു. പക്ഷേ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം, ഇപ്പോഴും നമ്മളൊരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വസ്തുത ഇപ്പോഴാരും തന്നെ പറയുന്നില്ല. അന്ന് എ ഡി എം ജബൽപൂരിനെ അന്ന് ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നൂറുകണക്കിന് ആൾക്കാരുണ്ടായിരുന്നു, നൂറുകണക്കിന് ജഡ്ജസ് ഉണ്ടായിരുന്നു. അവരന്ന് അന്ന് ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തു. 20 വർഷം കഴിഞ്ഞ് അന്ന് ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വിമത ശബ്ദം ഉയർത്തിയ അതുപോലെയുള്ള വ്യക്തികൾ ഈ അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ 20 വർഷം കഴിഞ്ഞ് നമുക്ക് മെച്ചപ്പെട്ടൊരു ജനാധിപത്യ വ്യവസ്ഥിതി നമ്മളുടെ നാട്ടിൽ വരികയാണെങ്കിൽ അന്ന് ചോദ്യം ചോദിക്കുന്നത് നമ്മളോടായിരിക്കും. നിങ്ങളെന്ത് ഈ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥക്കെതിരെ നിങ്ങളെന്ത് സംസാരിച്ചു, നിങ്ങളെന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളൊരു ചോദ്യം പിൻതലമുറ നമ്മളോട് ചോദിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. കാരണം നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് നമ്മളെ ജുഡീഷ്യറിയിൽ കയറുന്ന വ്യക്തികൾ അടുത്ത കാലത്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, സുപ്രീം കോർട്ടിലെ ഇപ്പോൾ നമുക്കറിയാം ജഡ്ജസ് കൊളീജിയമാണ് ഇൻ പ്രിൻസിപ്പിൾ. നമ്മളെല്ലാവരും പറയുന്നുണ്ട് ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു വിചിത്ര രീതിയാണ് നമുക്കുള്ളത് എന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. പക്ഷേ ഫലത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഗവൺമെൻറ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ജഡ്ജസ് അപ്പോയിൻറ്റ് ചെയ്യുന്നൊരു തിയറിറ്റിക്കലായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇപ്പം ഗവൺമെൻറ് പറയും, ആദ്യം അവരോട് ഗവൺമെൻറ്റിനോട് സംസാരിക്കും, ഇന്ന ആൾക്കാരെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ. അപ്പോൾ അവിടെ ഒരു കൊടുക്കൽ വാങ്ങലുകൾ നടക്കും. ഒരു വളരെ സെക്കുലർ ആയിട്ടുള്ള വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കക്ഷിയെ ജഡ്ജ് ആക്കണമെങ്കിൽ അവിടെ അത്രയും സെക്കുലർ അല്ലാത്ത ഒരു ഹിന്ദുത്വ പ്രൊപ്പഗാണ്ടയോട് താല്പര്യമുള്ള 5 പേരെ അല്ലെങ്കിൽ 3 പേരെ നിങ്ങൾ പേര് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ 2 പേരെ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന രീതിയിലുള്ള കൊടുക്കൽ വാങ്ങലുകളാണ് ഈ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സിൽ നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡെമോക്രസീനെ നിലനിർത്തേണ്ട മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഇപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇലക്ഷൻ കമ്മീഷനിൽ എന്ത് സംഭവിക്കുന്നു? അങ്ങനെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഡെമോക്രസീനെ താങ്ങി നിർത്തേണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവൻ തന്നെ ഇതുപോലുള്ള അപ്പോയിൻമെൻറ്റ്സിലൂടെ യാതൊരുവിധ ജനാധിപത്യത്തിനോട് പ്രതിബദ്ധതയില്ലാത്ത അല്ലെങ്കിൽ ഭരണഘടനയോട് പ്രതിബദ്ധതയില്ലാത്ത വ്യക്തികളെ കുത്തിത്തിരുകുന്ന ഒരവസ്ഥ സമീപകാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ നമ്മളുടെ ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ തന്നെ ഈ ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻ്റ് ആണെങ്കിലും നമ്മളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ആക്റ്റോ ഒരു റൂൾസോ അല്ല. ഇതിലുള്ള കാതലായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഭരണഘടന നമുക്ക് തന്നിട്ടുള്ള മൗലിക അവകാശമാണ്. അതായത് നമ്മൾ ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഒരു മനുഷ്യൻ്റെ ഒരു ഡിഗ്നിറ്റി, ഒരു പൗരൻ്റെ ഡിഗ്നിറ്റി, ആ ഡിഗ്നിറ്റിയാണ് സംരക്ഷിക്കാനാണ് ഈ ആക്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ പേരിന് ഇൻ്റർനാഷണൽ തലത്തിൽ ഇപ്പം നേരത്തെ സംസാരിച്ചു, യൂറോപ്യൻ യൂണിയനിലുള്ള ഡേറ്റ പ്രൊട്ടക്ഷൻ ലോസ് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലുള്ള ഡേറ്റ പ്രൊട്ടക്ഷൻ ലോസ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. നമ്മൾ അതേപോലെ തന്നെ ഇവിടെ അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. കാരണം നമ്മളുടെ പല ഇൻ്റർനാഷണൽ ട്രീറ്റീസിലും നമ്മൾ സിഗ്നറ്ററിയാണ്. ഇൻ്റർനാഷണൽ ലോസ് അനുസരിച്ചിട്ട് നമ്മളെ രാജ്യവും മുന്നോട്ട് പോകണം. പക്ഷെ അങ്ങനെ ഇന്ത്യയിലും ഡേറ്റ പ്രൊട്ടക്ഷൻ ലോ കൊണ്ടുവരുന്ന സമയത്ത് അവിടെയും ഗവൺമെൻറ്റിന് സമയത്തോളം പൂർണ്ണമായും സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുള്ള നിയമങ്ങളാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം നമ്മളിപ്പോൾ ഒരു ബിസിനസ്സുകാർ അല്ലെങ്കിൽ കോർപ്പറേറ്റ്സ് അധികം ഡേറ്റ കളക്ട് ചെയ്യുന്നത് ബിസിനസ് പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. അവരുടെ പ്രൊഡക്റ്റ് നമ്മളെടുത്ത് പുഷ് ചെയ്യും.
ഈ പ്രൊഡക്റ്റ് നല്ലതാണ്, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് മോശമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കൂ എന്ന് എല്ലാ തലങ്ങളിലും അവരെത്തും. പക്ഷേ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന രീതിയിലാണ് ഈ ഡിജിറ്റൽ ഡേറ്റ പ്രൊട്ടക്ഷൻ. നമ്മളുടെ ഡീറ്റെയിൽസിന് എന്ത് സംഭവിക്കും, ഹെൽത്ത് ഡീറ്റെയിൽസ്, മറ്റെല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഡേറ്റക്ക് എന്ത് സംഭവിക്കും. പക്ഷെ നമ്മൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡേറ്റ നമ്മളെ ഭാഗത്തുനിന്ന് നമ്മളുടെ പ്രൈവസിക്കെതിരായിട്ട് ചോർന്നു പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആക്ട് ഇല്ലെങ്കിൽ പോലും അതിനെതിരെ പ്രതികരിക്കാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. അതിനെതിരെ നിയമപരമായ നടപടികൾ, ഇത്തരത്തിലുള്ള നിയമ നടപടികൾ ഇല്ലെങ്കിൽ പോലും, ഇത്തരത്തിലുള്ള ആക്റ്റും റൂളും ഇല്ലെങ്കിൽ പോലും നമുക്ക് നിയമപരമായി മുന്നോട്ട് പോകാം നമ്മളുടെ ഡേറ്റ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ അതേസമയം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ ഡിഗ്നിറ്റി, ഒരു സിറ്റിസൻ്റെ ഡിഗ്നിറ്റി നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ സ്റ്റേറ്റ് നമ്മളുടെ ജനാധിപത്യ മൂവ്മെൻറ്റ്സിനെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നു? ഉദാഹരണത്തിന് ഒരു ഓപ്പോസിഷൻ മെമ്പേഴ്സിനെയോ അല്ലെങ്കിൽ സ്വന്തം ഭരണപക്ഷത്തിലുള്ള വ്യക്തികളുടെ സർവീലിയൻസ് നടത്തുക. അവരെവിടെയൊക്കെ പോയി, ആരോടൊക്കെ സംസാരിച്ചു, അവരുടെ വാട്സാപ്പ് മെസ്സേജസ് ചോർത്തുക. ഇപ്പോൾ വാട്സാപ്പ് മെസ്സേജസിനെ പറ്റി നമ്മൾ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഡേറ്റ ഫിഡ്യൂഷ്യറി, അതായത് ബിഗ് ഡേറ്റ ടീംസ്, അതായത് ഗൂഗിൾ ആയാലും വാട്സാപ്പ് ആയാലും മെറ്റ ആയാലും ഇവരൊക്കെ തന്നെ, ഇന്ത്യ എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും എമർജിങ് ആയിട്ടുള്ള, US കഴിഞ്ഞാൽ പോലും പല മേഖലകളിലും ഡേറ്റ കൺസംഷനിൽ ഇന്ത്യ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നൊരു രാജ്യമാണ്. അപ്പം ഈ ബിഗ് ഡാറ്റ ഓപ്പറേറ്റേഴ്സിനെ, ഡാറ്റ ഫിഡ്യൂസറിയെ സംബന്ധിച്ചോളം, മെറ്റ ആണെങ്കിൽ പോലും ഗൂഗിൾ ആണെങ്കിൽ പോലും, ഇപ്പം ChatGPTൻ്റെ ആൾട്ട്മാൻ ഇവിടെ വന്നു, അതുപോലെ ഇവരെല്ലാവരും തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു മാർക്കറ്റാണ്. അവരെ സംബന്ധിച്ചോളം ആ മാർക്കറ്റിൽ അവർക്ക് നിലനിൽക്കണമെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യനെ പിണക്കിക്കൊണ്ടിട്ടുള്ള ഒരു സംവിധാനത്തിനും അവർക്ക് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ പല സൈറ്റിലും അത്തരം കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ പോലും, നമ്മളുടെ കർഷക മൂവ്മെൻറ്റിൻ്റെ കാലത്ത്, ഡൽഹിയിൽ നടന്ന കർഷക മൂവ്മെൻറ്റിൻ്റെ കാലത്തോ അല്ലെങ്കിൽ ഡൽഹിയിലുണ്ടായിരുന്ന റൈറ്റ്സിൻ്റെ സമയത്തോ അവിടെ പങ്കെടുത്ത ആൾക്കാരെ മുഴുവനും ഡീറ്റെയിൽസും മെസ്സേജസും കാര്യങ്ങളെല്ലാം തന്നെ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പം നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിനെ തകർക്കുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ്സ് ഒന്ന് വരണമെങ്കിൽ ഒറ്റ വ്യക്തി തീരുമാനിച്ചാൽ പറ്റില്ലല്ലോ. നമുക്ക് മൂവ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിരന്തരം കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവണം, മൂവ്മെൻറ്റ്സ് കെട്ടിപ്പടുക്കണം, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു മൂവ്മെൻറ്റ് ഉയർന്നു വരണം. അപ്പോൾ അങ്ങനെ ഉയർന്നു വരുന്ന ആൾക്കാരെ പല രീതിയിൽ അവരുടെ ഡേറ്റ, പ്രൈവസി ഡേറ്റ, ഉദാഹരണത്തിന് ഒരു ലീഡറെ സമയത്തോളം അയാൾക്ക് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ, അയാൾക്ക് വ്യക്തിപരമായിട്ടുള്ള സൗഹൃദങ്ങൾ, സ്ത്രീ പുരുഷ സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ അയാളുടെ സെക്ഷുവാലിറ്റീനെ ഇവർ ചോർത്തി നാളെ പബ്ലിക് മീഡിയയിൽ വലിച്ചെറിയുകയാണെങ്കിൽ അയാളെ സമൂഹത്തിൽ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള വ്യക്തിയുടെ എല്ലാ മൂവ്മെൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ മുന്നോട്ട് നിൽക്കുന്ന അത്തരത്തിലുള്ള വ്യക്തികളെ കംപ്ലീറ്റ്ലി ഡിസ്ക്രെഡിറ്റ് ചെയ്തിട്ട് അയാളെ ആ രംഗത്ത് നിന്ന് ഇല്ലാണ്ടാക്കാൻ പറ്റും. അവിടെയാണ് പ്രശ്നം. ഒന്ന് ഇത്തരത്തിലുള്ള വ്യക്തികൾക്കെതിരെ കേസുകൾ ചുമർത്തുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യക്തികൾക്കെതിരെ മറ്റു പല രീതിയിലും സ്വാധീനിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ പേഴ്സണൽ ഡേറ്റ പബ്ലിക്കായി മാറ്റി അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനും ഈ ഡാറ്റ സർവീലിയൻസ് കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഡേറ്റ സർവീലിയൻസ് ഒരു വലിയ പ്രശ്നമാണ്. അത് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ എന്ത് തന്നെ നിയമങ്ങൾ ഉണ്ടായാൽ പോലും അതിന് കുറേ പരിമിതികളുണ്ട്. ഈ പരിമിതിനെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ ഇതിന് ബന്ധപ്പെട്ട മൂവ്മെൻറ്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നേ പറ്റൂ. ഒരു ഡിജിറ്റൽ ലിറ്ററസി കൊണ്ടുവരിക. ഡിജിറ്റൽ ലിറ്ററസിയും ഒരു മീഡിയ ലിറ്ററസി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ലിറ്ററസി, എങ്ങനെ മീഡിയ അഡ്രസ്സ് ചെയ്യണം, എങ്ങനെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്, എങ്ങനെ സോഷ്യൽ മീഡിയ നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം, നിങ്ങളുടെ ഡേറ്റ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, നിങ്ങളുടെ മീഡിയ നോർമൽ മീഡിയ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്നത്, എങ്ങനെയാണ് കാസ്റ്റിൻ്റെ പുറത്ത് ഡിവിഷൻ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, കാസ്റ്റിൻ്റെതായാലും റിലീജിയൻ്റെ പുറത്ത് എങ്ങനെയാണ് സമൂഹത്തിൽ ഒരു വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി സമൂഹത്തിൽ ഇന്നലെ വരെ സ്നേഹത്തോട് കണ്ട ഒരു മതത്തിനെ വെറുക്കാൻ എങ്ങനെയാണ് മനുഷ്യനെ പഠിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്സ് ഈ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി എഫേർട്സ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നതിനെപ്പറ്റി, എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനെ എങ്ങനെ ചെറുത്ത് നിൽക്കാൻ പറ്റും എന്നതിനെപ്പറ്റി വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള സാധാരണക്കാരുടെ ഇടയിൽ നിന്നുള്ള ഒരു മൂവ്മെൻറ്റ് ഉയർന്നു വന്നാൽ മാത്രമേ സാധ്യമാവുള്ളൂ.
ഞാനിതൊരു ആമുഖമായി പറഞ്ഞെന്നുള്ളൂ. എന്താണെങ്കിലും ഇതിനെക്കുറിച്ചും കൂടുതൽ എന്തെങ്കിലും പറയാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ നീണ്ടുപോകും. UGCയുടെ റെഗുലേഷൻ വഴി നിയമത്തെ തന്നെ മറികടക്കുന്ന രീതിയിൽ ഇപ്പോൾ അത് വന്ന് ചർച്ച നടക്കുകയാണ്. നേരത്തെ കേരള സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനിലെ ഫിനാൻഷ്യൽ അതിനെക്കുറിച്ച് ഇപ്പോൾ കേരളവും തമിഴ്നാടും കൊടുത്ത കേസുകൾ കോടതിയിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് എന്താണ് കേസുകളുടെയൊക്കെ അവസ്ഥ? അതിനൊരു ലോജിക്കൽ കൺക്ലൂഷൻ ഉണ്ടാകുമോ? അതുപോലെ UGCയുടെ ഇതിനും എന്താണ്, കോടതി മാത്രമാണോ പരിഹാരം? അതിനകത്തുള്ളൊരു സംഭവം എന്ന് പറയുന്നത്, നമുക്കിപ്പം നമ്മളൊരു ഫെഡറൽ സ്ട്രക്ചറാണെന്ന് പറയുകയാണെങ്കിൽ പോലും ഈ ഫെഡറൽ സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ വർക്കിംഗ് മെക്കാനിസം അനുസരിച്ചിട്ട് ഒരു യൂണിറ്ററി ഫോമിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും കാലം വളരെ മുമ്പ് മാത്രം വളരെയധികം ഈ ടാക്സ് അല്ലെങ്കിൽ ചില ബാങ്കിങ് അതുപോലത്തെ കേസുകളാണ് സെൻറ്ററാണോ അൾട്ടിമേറ്റ് അതോറിറ്റി, സ്റ്റേറ്റ് ആണോ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന രീതിയിലുള്ള ഡിസ്കഷൻ നടന്നിട്ടുള്ളൂ. പിന്നീട് ഈ ടെററിസത്തിൻ്റെ ഭാഗമായി കണ്ടമാനം ആൻറ്റി ടെററിസം ലോസ് നമ്മളുണ്ടായി, ടാഡ മറ്റത്. അപ്പോൾ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. പക്ഷേ ഈ സെൻട്രൽ ലോസ് കുറേ കൊണ്ടുവന്നു. ഇപ്പോൾ UAP അതുപോലത്തെ സെൻട്രൽ ലോസ് കൊണ്ടുവന്ന സമയത്ത് അത് സ്റ്റേറ്റിലുള്ള ആൾക്കാരെ പോയി പിടിക്കുകയും സ്റ്റേറ്റിൽ പാരലായി ഇതൊരു ഫൈനാൻഷ്യൽ ഇറഗുലാരിറ്റിയാണ്, അതുകൊണ്ട് EDക്ക് വരാം എന്ന രീതിയിൽ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലത്തിന് ഉപരിയായി ഇത്തരത്തിലുള്ള കേസുകൾ മുഴുവൻ തന്നെ ഇപ്പം പഴയ പോലുള്ള കൺവെൻഷണൽ കത്തിക്കുത്ത് കൊലപാതകം എന്നുള്ള കേസിലുപരി നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കൂടുതലായിട്ടുള്ളത് വൈറ്റ് കോളർ ഒഫൻസസ് ഒക്കെയാണ് നടക്കുന്നത്. ED അതുപോലത്തെ ഫൈനാൻഷ്യൽ ഫ്രോഡും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അതിലേക്ക് മുഴുവൻ തന്നെ സെൻറ്ററിന് ലാൻഡ് ചെയ്യാൻ പറ്റി, സെൻട്രൽ ലോസിന് ലാൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ നടക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു, ഉദാഹരണത്തിന് ഫിസ്ക്കൽ ഫെഡറലിസം ഇതിന് ഉള്ള ഏറ്റവും വലിയ ഒരു കുഴപ്പം. കാരണം GST വന്നു, ഫൈനാൻഷ്യൽ പവേഴ്സ് മുഴുവൻ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു നിലപാട് വന്നു. അതുപോലെ അപ്പോൾ സ്റ്റേറ്റുകൾ മുഴുവൻ തന്നെ ഫൈനാൻഷ്യൽ ഫ്രീഡം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളൊരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാലത്ത് നടക്കുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആദ്യം സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള എഡ്യൂക്കേഷൻ സ്റ്റേറ്റിന് സെപ്പറേറ്റ്, സെൻട്രൽ സെപ്പറേറ്റ്. പിന്നീടാണ് എഡ്യൂക്കേഷനെ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നത്. അതായത് സെൻറ്ററിനും സ്റ്റേറ്റിനും നിയമങ്ങൾ നടപ്പാക്കാം, പക്ഷേ സെൻറ്റർ അതേ സബ്ജക്റ്റിലൊരു നിയമം നടപ്പാക്കുകയാണെങ്കിൽ സെൻറ്ററിൻ്റെ നിയമമായിരിക്കും നിലനിൽക്കുക. അതിനുശേഷം ഇപ്പോൾ UGC പോലുള്ള നിയമങ്ങൾ ഇപ്പോൾ സെൻട്രൽ ലിസ്റ്റിൽ എൻട്രി 66 എന്ന് പറയുന്നൊരു എൻട്രി ഉണ്ട്. അതനുസരിച്ചിട്ട് അതായത് കോർഡിനേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ആൻഡ് കോർഡിനേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷനാണ് ബേസിക്കലി ഈ ടെക്നിക്കൽ ആൻഡ് ഹയർ എഡ്യൂക്കേഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സെൻട്രൽ ലോസ്, മെഡിക്കൽ കൗൺസിൽ, അതായത് പിന്നെ AICT ഈ സംഭവങ്ങളും ഇതുപോലത്തെ ഈ കൗൺസിൽ ഉണ്ടല്ലോ, എഡ്യൂക്കേഷനെ നിയന്ത്രിക്കുന്ന എല്ലാ നഴ്സിംഗ് കൗൺസിൽ, ഇത് മുഴുവൻ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരുന്നുള്ള നിയമങ്ങളാണ്. അപ്പം അത് വഴി നമ്മളുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി ഓട്ടോണമി എന്ന് പറയുന്നത് സ്റ്റേറ്റിനകത്ത് നിൽക്കേണ്ട ഒരു സംഭവമാണ്. പക്ഷേ നമ്മൾ യൂണിവേഴ്സിറ്റി ഓട്ടോണമീനെ പിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. പക്ഷെ നമ്മളും അതിനനുസരിച്ച് ഉയർന്നിട്ടില്ല. ഇപ്പം നമ്മളിപ്പം കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഗവർണറിനെ യൂണിവേഴ്സിറ്റി ചാൻസലർ നിയമത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഒരു നിയമം നമ്മൾ പുറപ്പെടുവിക്കുകയും അത് ഗവർണറുടെ അസെൻറ്റിന് കൊടുക്കുകയും ചെയ്തു. ഗവർണർ 2 വർഷമായിട്ട് അതിന് ഒപ്പിട്ടിട്ടില്ല, കാരണം അയാളെ ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റുന്നതാണ്. പക്ഷേ അതേസമയം നമ്മുടെ ഗവർണർ ആരാണ്? നമ്മുടെ ചാൻസലർ എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി നിയമപ്രകാരം നമ്മുടെ ചാൻസലർ എന്ന് പറയുന്നത് ഗവർണറാണ്. നമ്മൾ ഒരു ഗവർണർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? 35 വയസ്സ് പ്രായം മാത്രമാണ് ഒരു ഗവർണർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ. അപ്പം ഒരു സെർച്ച് കമ്മിറ്റിയാണ് ഒരു വൈസ് ചാൻസലറിനെ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ സെർച്ച് കമ്മിറ്റിയുള്ള മെമ്പേഴ്സ് ഇന്ന ആൾക്കാരായിരിക്കണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിനുശേഷം ഈ സെർച്ച് കമ്മിറ്റി ഏറ്റവും നല്ല ആൾക്കാരുടെ പേര് 2, 3, 4 ആൾക്കാരുടെ പേര് ഗവർണർക്ക് കൊടുക്കുകയും ഈ 35 വയസ്സ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആ ഗവർണറാണ് വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഈ യൂണിവേഴ്സിറ്റി ആക്ടിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണമായിരുന്നു പണ്ടേ. നമ്മൾ പുതിയൊരു നിയമം കൊണ്ടുവന്ന് ഗവർണർ ആസ്ഥാനത്ത് മാറ്റുന്നതിന് മുമ്പ് നമുക്ക് ചാൻസലറായി നിൽക്കാൻ യോഗ്യതയില്ലാത്ത 35 വയസ്സ് മാത്രം യോഗ്യതയുള്ള ഒരാളല്ല ചാൻസലർ ആവേണ്ടത് എന്ന് പറഞ്ഞ് നമ്മൾ കോടതിയിൽ പോയി ആ പ്രൊവിഷൻ യൂണിവേഴ്സിറ്റി ആക്ടിനെതിരെ നമ്മൾ പ്രതികരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾക്ക് നിയമപരമായി കുറേ അവന്യൂസ് ഉണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടി. പക്ഷേ ഒരു സിവിൽ സൊസൈറ്റി എന്ന നിലയിൽ നമ്മൾ നിയമത്തിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ആക്റ്റായിട്ട് വരുമോ? അതായത് ഇപ്പോൾ പാർലമെൻ്റ് ആണ് കൺകറൻറ്റ് ലിസ്റ്റിൽ തന്നെ ആണെങ്കിലും പാർലമെൻറ്റ് ഇനാക്ട് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഫ്ലിക്റ്റ് വന്നാൽ അത് സർവൈവ് ചെയ്യും. പക്ഷേ UGC അല്ലെങ്കിൽ AICT അല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിൽ അവർ പുറപ്പെടുവിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് അല്ലെങ്കിൽ റൂളിങ് അത് പാർലമെൻറ്റ് പാസ്സാക്കുന്നിടം വരെ സ്റ്റേറ്റ് റെഗുലേഷൻ്റെ മുകളിൽ നിൽക്കുമോ? അല്ല, 2-3 തരത്തിലാണ് ഈ
ഈ റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയമങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ DPDP ആക്ടിൽ ഒരു പെർട്ടിക്കുലർ പ്രൊവിഷൻ പ്രകാരം, എനിക്ക് ആ പ്രൊവിഷൻ നമുക്ക് ഓർമ്മയില്ല, ആ പ്രൊവിഷൻ പ്രകാരം റൂൾ മേക്കിംഗ് പവർ ഉണ്ട്. ആ പ്രൊവിഷൻ പ്രകാരം റൂൾ മേക്കിംഗ് ഉണ്ടാക്കാം. അപ്പം ഈ റൂൾസ് എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഈ ആക്ടിനെ നടപ്പാക്കുന്ന ഒരു വീലിലാണ് എന്തെന്ന്. ആക്ട് എന്ന് പറയുന്ന ഒരു ബസ്സാണെങ്കിൽ അതിൻ്റെ വീൽസാണ് എന്തെന്ന് ഈ റൂൾസ് എന്ന് പറയുന്നത്. ആക്ടിനെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന്, അതെങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് റൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ട് എന്തിനു വേണ്ടിയിട്ടാണോ ഈ ആക്ട് വിഭാവനം ചെയ്തിട്ടുള്ളത്, അതിന് വിരുദ്ധമായിട്ടുള്ള റൂൾസ് എന്താ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അത് പാരൻ്റ് ആക്ടിന് കോൺട്രറി ആണ് എന്ന് പറഞ്ഞിട്ട് അൾട്രാ വൈരീസ് ഓഫ് ദ പാരൻ്റ് ആക്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ കോഷ് ചെയ്യാൻ വേണ്ടി പെറ്റീഷൻ ഫയൽ ചെയ്യാം. അതിപ്പം അത് പാർലമെൻറ്റ് പാസ്സാക്കിയാലും ആര് പാസ്സാക്കിയാലും, സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ആയിക്കോട്ടെ, പാർലമെൻറ്റിൽ വെച്ച് പാസ്സാക്കിയാൽ പോലും അൾട്ടിമേറ്റ്ലി ചെന്നെത്തുന്ന എന്താണ്, ഭരണഘടനയിലേക്കാണ് ഇത് ചെന്നെത്തുന്നത്. ഇപ്പം UGC ആക്ട് തന്നെ എൻട്രി 66 വിരുദ്ധമാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു പുതിയ റെഗുലേഷൻ കൊണ്ടുവന്നു, അത് എൻട്രി 66 അല്ലെങ്കിൽ കേന്ദ്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ കേന്ദ്രമല്ല ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ തീർച്ചയായും അത് അസ്വാദുവായി മാറും. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ഈ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന നമ്മുടെ നിയമസഭയുടെ ബില്ല് അതിപ്പോൾ രാഷ്ട്രപതിക്ക് വിട്ടു. പക്ഷേ രാഷ്ട്രപതി അതിനകത്ത് ഒന്നും പറയുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ഭരണഘടന അതിനകത്തൊരു പ്രൊവിഷനും പറയുന്നില്ല. ഇതിനകത്തുള്ളൊരു ഇതെന്ന് പറയുന്നത്, പിന്നെ നമ്മൾ സ്കൂൾ ടീച്ചർ നല്ല വൃത്തി പെരുമാറേണ്ട ആളാണ്, നമുക്ക് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ പെരുമാറേണ്ട, കുട്ടികളോട് നല്ല വൃത്തി പെരുമാറണം. കുട്ടികളെ സെക്ഷലി അബ്യൂസ് ചെയ്യാൻ പാടില്ല എന്ന് എഴുതി വെക്കാൻ പറ്റുമോ നമുക്ക്? കാരണം അത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലാത്തതാണ്. അപ്പോൾ ഉയർന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ്, ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് പ്രൈം മിനിസ്റ്റർ മീറ്റ് ചെയ്യാൻ പാടുണ്ടോ, അല്ലെങ്കിൽ വീട്ടിൽ വിളിക്കാൻ പാടുണ്ടോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഗവർണർ ഇതുപോലെ തെരുവിലിറങ്ങിയിട്ട് സമരം നടത്താൻ പാടുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കാൻ പാടുണ്ടോ എന്നൊന്നും നമ്മൾ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. കാരണം ഹൈ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് മാന്യമായ രീതിയിൽ മാത്രമേ പെരുമാറൂ എന്നുള്ളൊരു ഒരു ധാരണേൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കൊന്നും പെരുമാറ്റച്ചട്ടമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതിരുന്നത്. ഒരു പ്രസംഷൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ മുന്നോട്ട് പോയിട്ട്. സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ്സ് അതിൻ്റെ ശക്തി ക്ഷയിച്ചു പോയത് കൊണ്ടല്ലേ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ എത്തി നിൽക്കണം. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാൻ സാർ അതിനകത്ത് പറഞ്ഞ് എൻട്രി 66 പറഞ്ഞ് എൻട്രി 25 യൂണിയൻ ലിസ്റ്റ് ചെയ്യുന്നിടത്ത് സ്റ്റേറ്റ് ലിസ്റ്റ് ചെയ്യുന്നിടത്ത് കൺകറൻറ്റ് ലിസ്റ്റിൽ കൊണ്ടുവരുമ്പോൾ അതിനുശേഷം ഇവിടെ UPA ഗവൺമെൻറ് 2 എണ്ണം വന്നു. അപ്പോൾ നമ്മുടെ ഈ ദേശീയ പാർട്ടികളെന്ന് പറഞ്ഞാൽ CPM അടക്കമുള്ള ദേശീയ പാർട്ടികളും എടുക്കുന്ന ഒരു നിലപാട് അത് യൂണിറ്ററി ആയിട്ട് തന്നെ നിന്നാൽ മതി എന്നൊരു കാഴ്ചപ്പാടിലാണ് അവർ നിൽക്കുന്നത്. ഈ കാഴ്ചപ്പാടിൻ്റെ ഫലമായിട്ടാണ് ഫെഡറലിസത്തിൻ്റെ തകർച്ചയിൽ ഒരു കാരണം എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ GST ആക്ട് വന്നു. GST ആക്ടിൻ്റെ സമയത്തും സ്റ്റേറ്റ്സിൻ്റെ കൺകറൻസി, അതിവിടെ കോൺഗ്രസ് ആയിരുന്നേരും സ്റ്റേറ്റ്സിൻ്റെ കൺകറൻസ് ഉണ്ടായിരുന്നു എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും. ആ GSTയുടെ രീതി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഇന്ന് നമ്മുടെ രാജ്യം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആർക്കും തന്നെ പ്രതികരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളതിൻ്റെ കാരണം സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ്സിൻ്റെ തകർച്ചയാണ്. ഇപ്പോൾ കേരളത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള സിവിൽ സൊസൈറ്റി മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നത്. അത് തകർന്നു പോയതിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഈ യോഗം തന്നെ 10-15 പേര് മാത്രം ഇരിക്കുന്നു, കേൾക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഡേറ്റ പ്രൊട്ടക്ഷൻ. പലരും ഇവിടെ ചോദിക്കുന്നത് എൻ്റെ ഡേറ്റ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ലല്ലോ, പിന്നെ എന്ത് വിചാരിക്കുന്ന ഒരു സമൂഹം നിൽക്കുമ്പം ഹൗ ടു കറക്റ്റ് ഇറ്റ് എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ സോക്കോൾഡ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റിക് അല്ലെങ്കിൽ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കേണ്ട നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസ് ആ ഒരു റോളിൽ നിന്നും പിന്നോട്ട് പോയിട്ടുണ്ട്. അതാണ് നമ്മൾ എൻട്രി 25 കാര്യത്തിൽ കണ്ടത്. 2 UPA ഗവൺമെൻറ് വന്നിട്ടും ചെയ്യാത്തതിൻ്റെ കാര്യം. രണ്ടാമത്തെ കാര്യം, BJP ഗവൺമെൻറ് വന്ന് ഉണ്ടാക്കുന്ന ഈ യൂണിറ്ററി ആയിട്ടുള്ള ലോസ് എല്ലാം തന്നെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ അത് ആവശ്യമാണെന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്നു. ഇതിനെ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? അതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സിവിൽ സൊസൈറ്റിൻ്റെ റോളെന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യം UGC ഒക്കെ വന്നിട്ടുള്ളത് തോന്നിയ രീതിയിൽ പ്രൊഫസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക, പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ
മോശമായ രീതിയിൽ നടത്തുക എന്ന് പറയുമ്പോഴാണ് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞത് ഈ മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഫസറായി അപ്പോയിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ, മറ്റേതൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്ന്. ഇന്ത്യ മുഴുവനും ആ ഒരു ഹയർ എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡിറ്റർമൈൻ ചെയ്യാൻ, മിനിമം സ്റ്റാൻഡേർഡ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് കുറേശ്ശെ ഇങ്ങനെ വളർന്ന് അതൊരു മൊത്തം എഡ്യൂക്കേഷനെ തന്നെ അങ്ങനൊരു നിയമം കൊണ്ടുവന്നതിന് കുറേ കേസുകൾ വന്നു. പലതിനെയും ക്വസ്റ്റ്യൻ ചെയ്തു. സെൻട്രൽ നിയമമാണോ വലുത് അല്ലെങ്കിൽ സ്റ്റേറ്റ് നിയമമാണോ വലുത്? അതിലൊക്കെ തന്നെ സുപ്രീം കോടതി സെൻട്രലാണ് ശരി, സെൻട്രൽ നിയമമാണ് ശരി. അങ്ങനെയാണ് ഈ സാധനം വളർന്ന് UGC ഒക്കെ ഭയങ്കര പവർഫുൾ ബോഡിയായി മാറിയത്. ആദ്യം ഇതിന് ഒരു ഓവറോൾ ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ ഓഫ് ദ സ്റ്റാൻഡേർഡ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ എങ്കിലും ഇപ്പോഴുള്ള അടിസ്ഥാനപരമായിട്ടുള്ള നിയമം എന്ന് പറയുന്നത് ഒരു പ്രൊഫസർ ക്വാളിഫിക്കേഷൻ ഉദാഹരണത്തിന് X ആണെന്നിരിക്കട്ടെ. അപ്പം ഒരു യൂണിവേഴ്സിറ്റി പറയാണ് പ്രൊഫസർ ക്വാളിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി പറയുന്നു പ്രൊഫസർ ക്വാളിഫിക്കേഷൻ X ആണ്. പക്ഷേ ഒരു യൂണിവേഴ്സിറ്റി പറയുകയാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ ക്വാളിഫിക്കേഷൻ X+ ആണെന്ന് പറയുകയാണെങ്കിൽ അവിടെ UGC റെഗുലേഷനും സ്റ്റേറ്റ് റെഗുലേഷനും യൂണിവേഴ്സിറ്റി തമ്മിലൊരു ഡിസ്പ്യൂട്ട് ഉണ്ടായെങ്കിൽ സ്റ്റേറ്റ് മാത്രമേ നിലനിൽക്കുള്ളൂ. കാരണം സ്റ്റേറ്റിന് ഓവർ ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവർ ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മളുടെ കുഴപ്പമെന്ന് പറയുന്നത് പിന്നെ ഈ നിയമങ്ങൾ ഇപ്പം ഉദാഹരണത്തിന് നേരത്തെ UGC റെഗുലേഷൻസ് വന്നു, അത് ഒരു കേസ് വന്നു. ആ കേസ് ഇന്ത്യ മുഴുവൻ ഫോളോ ചെയ്തു. അത് ആ കേസിൻ്റെ പെർട്ടിക്കുലർ ഫാക്ട്സിലായിരിക്കും. ഗുജറാത്തിൽ പിന്നെ ഒരു ബോധമില്ലാത്ത ചില ആൾക്കാരെ 2-3 പ്രൊഫസേഴ്സാക്കി അപ്പോയിൻറ്റ് ചെയ്തു. ആ കേസിൽ ഇങ്ങനെ പാടില്ല, ജഡ്ജിമാർ വിധി എഴുതും, അങ്ങനെ ഒട്ടും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്ത് ശരിയല്ല, ഇങ്ങനെയാണ് UGC പവർഫുള്ളായി നിലനിൽക്കണം, ഇങ്ങനെയാണ്. അത് പിന്നീട് ഏറ്റവും നന്നായി നടക്കുന്ന സ്റ്റേറ്റിൽ പോലും അത് അപ്ലിക്കബിൾ ആവും. അപ്പം നമ്മളുടെ യൂണിവേഴ്സിറ്റിക്ക് സർവ്വസ്വാതന്ത്ര്യമുള്ള ഏറ്റവും നന്നായി UGC റെഗുലേഷനെ കാട്ടി നന്നായ രീതിയിൽ കാര്യങ്ങൾ നടത്തുന്ന ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിനെ ഇത് എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഫൈനാൻഷ്യൽ അലോക്കേഷൻ്റെ കാര്യത്തിൽ പിന്നെ ബീഹാറിലും ഉത്തർപ്രദേശിലും ഒരു സ്റ്റാൻഡേർഡും ഇല്ല. അതുകൊണ്ട് ഫൈനാൻഷ്യൽ അലോക്കേഷൻ്റെ കാര്യത്തിൽ വളരെ പുവർ പെർഫോമൻസ് ആണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ പെർഫോമൻസ് പുവർ ആയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ റോഡില്ല, തോടില്ല, ഒരു കാര്യമില്ല, അവിടെ വാരിക്കൂരി കൊടുക്കുന്നു. നമ്മൾ വളരെയധികം കറപ്ഷൻ കുറച്ചു കൊണ്ടുവന്ന് കൂടുതൽ മെച്ചപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കേന്ദ്ര വിഹിതം കുറഞ്ഞു കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഈ നമ്മളുടെ ഡെമോക്രസിയുടെ ഈ മുന്നോട്ടുള്ള പോക്കിൽ കുറേ ജഡ്ജ്മെൻറ്റ്സും കുറേ ഇതുപോലത്തെ സംഭവങ്ങളും വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സിവിൽ സൊസൈറ്റി ഉണർന്ന് പ്രവർത്തിച്ച് നിൽക്കുമായിരുന്നെങ്കിൽ പലപ്പോഴും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ തന്നെ മാധ്യമങ്ങളുടെ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കാം. ഇപ്പോൾ മാധ്യമങ്ങൾ ഉദാഹരണത്തിന് വയർ എന്ന് പറയുന്നൊരു മാധ്യമം അതൊരു പിന്നെ ട്രസ്റ്റാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് പ്രബീറിൻ്റെ തന്നെ ന്യൂസ് ക്ലിക്കിൻ്റെ കാര്യം എടുത്ത് നോക്കാം. സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്ര പേര് അതിനകത്തൊരു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്? നമ്മൾ ആരും സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ ഇടതുപക്ഷ നേതാക്കന്മാർ ഒരു NGO യൂണിയൻ വിചാരിച്ചാൽ മതി. കാരണം അവർക്ക് സർവൈവ് ചെയ്യാം. മന്ത്ലി അവരുടെ സർവൈവൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു 30 lakhs 40 lakhs 50 lakhs ഉണ്ടെങ്കിൽ ഇന്ത്യനെ ഇളക്കി മറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ന്യൂസ് റിപ്പോർട്ട്സ് കൊണ്ടുവരാൻ പറ്റും. കാരണം ഇവരുടെ പിന്നെ ഈ തൂണിളക്കുന്ന രീതിയിലുള്ള ന്യൂസ് റിപ്പോർട്ട്സ് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് മെച്ചപ്പെട്ട സംവിധാനം വേണം. നിങ്ങൾക്ക് എവിടെയാണ് പൈസ ഉള്ളത്? അതിന് പകരം ഒരു യൂണിയൻ വിചാരിച്ചാൽ 10 രൂപ മാസം വരുമാനം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത്തരത്തിലുള്ള സ്ഥാപനത്തിന് നമ്മൾ പ്രത്യേകിച്ച് മീഡിയ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പ്രവർത്തിക്കുന്ന മീഡിയനെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. സപ്പോർട്ട് ചെയ്യില്ല. അപ്പം എന്നിട്ട് 24 മണിക്കൂർ മനോരമ അങ്ങനെ പറഞ്ഞു, മാതൃഭൂമി ഇങ്ങനെ പറഞ്ഞു, മറ്റേത് പറഞ്ഞു എന്ന് 24 മണിക്കൂർ പറഞ്ഞുകൊണ്ടിരിക്കും. വല്ല കാര്യമുണ്ടോ? ഇറ്റ്സ് എ കോർപ്പറേറ്റ് മീഡിയ. അവരുടെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവർ നമ്മൾ പൊതുജന സേവനം നടത്തണമെന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല. അവർ പൊതുജന സേവനം നടത്തണമെന്ന് എഴുതി വെക്കാത്ത ഒരു മീഡിയ നിരന്തരം പൊതുസേവനം നടത്തണം, അവർ നടത്തുന്നില്ല എന്ന് അവർക്കെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ല, ഈ ഡി പിയുടെ AI റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും റൂൾസ് ഉണ്ടോ എന്നുള്ളതെന്ന് അറിയാനായിട്ടാണ്. അതായത് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ, അതായത് ഒരു വർഷത്തിനുള്ളിൽ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ AI ഏജൻസും എല്ലാം വന്നു കഴിഞ്ഞു, മൾട്ടി മോഡലാണ്. അപ്പോൾ നമുക്ക് കൺട്രോൾ ഇല്ലാത്ത രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് അത്രയും എക്യുപ്ഡ് ആണോ എന്നുള്ളത് വേറൊരു ചോദ്യം. പിന്നെ ഗവൺമെൻറ് നടത്തുന്ന സാർ പറഞ്ഞ സർവൈലൻസ് പെഗാസസിൻ്റെ കാര്യം കേൾക്കുകയുണ്ടായി. അപ്പോൾ അത് ഈ പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് വളരെയധികം ഹാക്കിംഗ് നടക്കുന്നു. അപ്പോൾ ഈ കർഷക സമരത്തിലൊക്കെ ചിലപ്പോൾ അതായിരിക്കുമോ യൂസ് ചെയ്തിട്ടുള്ളത്, അതോ അവർ സെല്ല് ചെയ്തിരിക്കുകയാണോ എന്നുള്ളത്, ബാക്ക് റൂട്ട് കൊടുത്തതാണോ എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് ആ നമുക്ക് പ്രൂഫ് കളക്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഈ ഒരു സമയത്ത്. ഇപ്പോൾ അതൊരു കേസായിട്ട് പോയാൽ പോലും
ഇപ്പോൾ AI പോലുള്ള സിസ്റ്റംസ് ഉള്ളപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ, കോടതിയിൽ തെളിയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ ഈ ഡേറ്റ എങ്ങനെയാണ് കളക്ട് ചെയ്തെന്നുള്ളത്? നമ്മൾ പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് AI എന്ന് പറഞ്ഞാൽ ഡേറ്റ മാത്രമാണ്. മനസ്സിലല്ലേ? AIൻ്റെ ബേസിക് ഫീഡ് എന്ന് പറയുന്നത് ഡേറ്റയാണ്. ഈ ഡേറ്റയാണ് AI യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഡേറ്റ, പിന്നെ ഒരു കുറേ ഡേറ്റ, നിങ്ങളൊരു കഴിഞ്ഞ 10 വർഷത്തിന് സമയത്ത് എന്തൊക്കെ മരുന്ന് കഴിച്ചു, ഒരു പെർട്ടിക്കുലർ ഇഷ്യൂസിൽ പൊളിറ്റിക്സിൽ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ വന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ളത് സോഷ്യൽ മീഡിയ നിങ്ങളെ പ്രൊഫൈലിംഗ് ചെയ്യുന്നു. നിങ്ങളെ പ്രൊഫൈലിംഗ് ചെയ്തിട്ട് നമ്മൾ മെഷീനിൽ ഫീഡ് ചെയ്താൽ ആ പ്രിഡിക്ഷൻ വരും. പിന്നെ നാളെ ഇതുപോലത്തെ ഒരു സിമിലർ ഈവൻറ്റ്സ് വരുന്ന സമയത്ത്, നമ്മളിപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ പോലെ നാളെ ഇതുപോലത്തെ ഒരു ഈവൻറ്റ്സ് വരുന്ന സമയത്ത് നിങ്ങൾ ഏകദേശം എങ്ങനെയായിരിക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കമ്പ്യൂട്ടേഷനാണ് AI വഴി നടന്നുകൊണ്ടിരിക്കുന്നത്, മാനിപ്പുലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി AIൻ്റെയും അടിസ്ഥാന സംഭവം എന്ന് പറയുന്നത് എന്താണ്? ഡേറ്റയാണ്. ഡേറ്റ ഫീഡ് ചെയ്തിട്ട് നമ്മൾ മെഷീനിനെ ലേൺ ചെയ്യിപ്പിക്കുകയാണ്. മെഷീനിന് ഇങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് മെഷീൻ ലേണിങ്ങും ലാർജ് ലാംഗ്വേജ് മോഡൽ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് ഒരു ഗിവൺ കോണ്ടെക്സ്റ്റിൽ അത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന സംഭവമാണ് AI എന്ന് പറയുന്നത്. അപ്പം പക്ഷേ AIനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല സംഭവങ്ങളിലും ഈ സോഷ്യൽ മീഡിയ അനാലിസിസ് നടത്തുന്നുണ്ട് ഇപ്പോൾ ആൾക്കാർ. ഇപ്പോൾ സോഷ്യൽ മീഡിയ അനാലിസിസ് നടത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പ്രശ്നമുള്ള അല്ലെങ്കിൽ പ്രശ്നമാക്കുന്ന കുറേ ആൾക്കാർ, ഇപ്പോൾ കേരളത്തിൽ പ്രശ്നമാക്കുന്ന ഒരു 50,000 സോഷ്യലി ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ, സോഷ്യലി കോൺഷ്യസ്, സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു 50,000 ആൾക്കാരായിരിക്കും കേരളത്തിലുള്ള എന്താണ് ഒരു ഓവറോൾ മെൻറ്റാലിറ്റി, സോഷ്യൽ സെറ്റപ്പ് ഉണ്ടാക്കുന്നത്. അവരെ നിങ്ങൾ ട്രെയിൻ ചെയ്യൂ. അവരെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ബ്രെയിൻ വാഷ് ചെയ്ത് അവർക്കുള്ള ഫീഡുകളും ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുന്നത്. അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഉദാഹരണത്തിന് വളരെ ബാലിശമായിട്ടുള്ള പൊളിറ്റിക്കൽ വ്യൂസ് കൺസ്യൂം ചെയ്യുന്ന വ്യക്തികൾക്ക് അവരെ വീണ്ടും ബാലിശമാക്കുന്ന രീതിയിലേക്ക് വളരെ ഒട്ടും തന്നെ റീസണബിൾ അല്ലാത്ത പൊളിറ്റിക്കൽ സംഭവങ്ങളോ മീംസോ കാര്യങ്ങളോ നിരന്തരം അവരെ മുന്നിലേക്ക് സോഷ്യൽ മീഡിയ കിട്ടുകൊടുക്കാൻ പറ്റും AI പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ. ഒരു മാസ് മാനിപ്പുലേഷനാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഡേറ്റ മാനിപ്പുലേഷനാണ് നടക്കുന്നത്. ഒരു സാധാരണക്കാരൻ്റെ വ്യൂവിൽ നിന്നുള്ള ഒരു സംശയമാണ്. നമ്മുടെ ഞാൻ ഈ കേരളത്തിനകത്തുള്ള സ്ഥിതി എനിക്കറിയാവും. ഒന്നാമത് നമ്മുടെ ഇതുണ്ടല്ലോ, പേഴ്സണൽ ഡേറ്റ ശേഖരിച്ച് ആധാർ, അത് വ്യാപകമായി നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ ഇപ്പം നമ്മുടെ നാട്ടിൽ എവിടെ ചെന്നാലും CCTV ക്യാമറയുണ്ട്. ഒരു കടയിൽ ചെന്നാൽ പോലും നമുക്ക് ചിലർ ഫോൺ നമ്പർ ചോദിക്കും, അല്ലെങ്കിൽ ആധാർ നമ്പർ ചോദിക്കും. ഇതിങ്ങനെ വ്യാപകമായേക്കാണ്. ഇപ്പം ഈ ആക്ടിൻ്റെയും റൂളിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതിനെ എങ്ങനെ നമുക്ക് അതിജീവിക്കാൻ കഴിയും? എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ ഇതിനെ ഇപ്പോൾ ഏത് കടയിൽ ചെന്ന് ചോദിച്ചാൽ ഉടനെ ഫോൺ നമ്പർ വേണമെന്ന് പറയും. നമ്മളതങ്ങ് കൊടുക്കും. എന്നിട്ട് പിന്നെ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ വയ്യാത്ത സ്ഥിതിയിൽ അവൻ്റെ ദിവസവും SMS വന്നുകൊണ്ടിരിക്കുക. അവിടെ അതാണ്, ഇത് ഇവിടെ അതാണ്, നിങ്ങൾക്ക് കണ്ണില്ലാത്തതെല്ലാം മുന്നാക്കി തരാം. ഇതിങ്ങനെ നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമല്ലാതാക്കിയാണ്. ഈ ആധാറിൻ്റെയൊക്കെ കാലത്ത് എനിക്കുണ്ടായ ഞാൻ എന്തായാലും ആധാർ എടുക്കത്തില്ലെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇവർ ഇങ്ങനെയുള്ളവരെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടായിരിക്കും നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് ഈ പോപ്പുലേഷൻ നമ്മുടെ സെൻസസുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് വിചാരിച്ച് ഞാൻ ചെന്ന് കൊടുത്തു. ഏതായാലും ഒരാഴ്ച കഴിഞ്ഞാണ് എനിക്ക് കാർഡ്. ഇപ്പോൾ എന്നെപ്പോലുള്ള ആളുകളുടെ സ്ഥിതിയാണ്. ഞാൻ എടുക്കത്തില്ലെന്ന് തീരുമാനിച്ചതാണ്. ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് കിടന്ന് വശം കെടുകയാണ്. സാധാരണക്കാരെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമല്ല. ഇതെങ്ങനെ നമുക്ക് അതിജീവിക്കാൻ കഴിയും ഈ നിയമത്തിൻ്റെ, അതായത് ഈ ആക്ടിൻ്റെയും റൂളിൻ്റെ അടിസ്ഥാനം? ഇതൊരു സാധാരണക്കാരൻ എന്ന നിലയിലുള്ളൊരു സംശയമാണ്. ഉദാഹരണത്തിന് ഈ ഇത്തരത്തിലുള്ള സർവീലിയൻസിന് ഇപ്പോൾ ഫേസ് റെക്കഗ്നേഷൻ ടെക്നോളജി വളരെ FRT അത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചൈന ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും വിചാരിച്ചു ഇന്ത്യ ഇല്ലയെന്ന്. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ, ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ. ഇപ്പം അതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ എയർപോർട്ടുകളിലും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ നന്നായി പറയുന്നൊരു കാര്യം ക്രൈം ഡിറ്റക്ഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളൊരു കൊലപാതകം നടത്തി അവിടുന്ന് രക്ഷപ്പെടുന്ന സമയത്ത് വഴിയിൽ 10 CCTV ഉണ്ടെങ്കിൽ അയാളെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അയാൾ തന്നെ ഇയാളാണെന്ന് സ്ഥിരീകരിക്കാൻ പറ്റും. അങ്ങനെ സാഹചര്യ തെളിവുകൾ കണ്ടമാനം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും.
പല സ്ഥലത്തും. പക്ഷേ നമ്മളെന്താ പ്രശ്നത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പോലീസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മൊബൈൽ പിടിക്കുന്നു. ആ മൊബൈൽ പിടിച്ചിട്ട് ടു ദ എക്സ്റ്റെൻറ്റ് ഇറ്റ് ഈസ് നെസസറി ആണ് ബേസിക്കലി. പക്ഷെ അതിന് പകരം അവൻ്റെ കുടുംബവും അവൻ്റെ ലവ് അഫെയറും അവൻ്റെ ഈ കാര്യങ്ങൾ മുഴുവൻ തന്നെ അവനെ വ്യക്തിഹത്യ എങ്ങനെ ചെയ്യാം എന്ന രീതിയിലേക്ക് ആ ഡേറ്റ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾക്ക് തന്നെ, ഇപ്പോൾ ഉദാഹരണം നമുക്കൊരു ഒരാളൊരു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അതൊരു പേഴ്സണൽ സംഭവം അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ക്രീൻഷോട്ട് ഒരാൾക്ക് അയച്ചു കൊടുക്കില്ലല്ലോ. കാരണം നമ്മൾ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യും. അയ്യോ ഒരാളുടെ പ്രൈവസിയാണ്, നമ്മളത് ബ്രീച്ച് ചെയ്യാണ്, അങ്ങോട്ട് തിരിച്ച് അയച്ചു കൊടുക്കാൻ നമുക്ക് പാടില്ല എന്നുള്ള പറയും. അപ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വിവേചന ബോധം ഉണ്ടല്ലോ, ഇത് ഇത്രയേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കോടതികളാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പേഴ്സണൽ ഡേറ്റ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് സ്വീകരിക്കാനേ പാടില്ല ആസ് എ തെളിവ്. കോടതികൾക്ക് ഇതിനകത്ത് വലിയൊരു റോളുണ്ട്. കോടതി പറയും ഇങ്ങനെ സ്വീകരിക്കുന്ന തെളിവുകൾ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യില്ല, ഇത് പേഴ്സണൽ റൈറ്റ്സിനെ അഫക്റ്റ് ചെയ്യുന്ന സാധനമാണെന്ന് 10 പ്രാവശ്യം കോടതി വിധിയിൽ പറഞ്ഞാൽ ഈ സംഭവങ്ങൾ പിന്നെ ആൾക്കാർ ഉപയോഗിക്കാനുണ്ടാവും. പക്ഷെ അതുകൊണ്ട് ചില കാര്യങ്ങളിലെ സമയത്തോളം നമുക്ക് സ്കൂളുകളുടെ മുമ്പിലും മറ്റുമായിട്ടുള്ള ഇതിനകത്ത് എന്തുന്നാലും 2 വ്യൂസ് ഉണ്ട്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അതൊക്കെ കൊടുക്കാതിരിക്കാം. അല്ല, മിക്ക ആൾക്കാരും 2 കാര്യം മാർക്കറ്റിംഗ് സെല്ല് ചെയ്യും. അവരെ സെയിൽ ഓഫർ ഉണ്ട്, നിങ്ങൾ ഫോൺ നമ്പർ കൊടുത്തേ പറ്റൂ അടുത്ത സെയിൽ ഓഫർ അറിയണമെങ്കിൽ.